നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ഒരു സർട്ടൻ ലെവൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് അവിടുത്തെ ടാക്സ് കംപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആ കൺട്രിയിലേക്ക് നിങ്ങൾ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ് എന്നുള്ളതാണ്. ഈ ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനുള്ള ഒരു ടാക്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ ഒരു നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസിൽ വരുന്നതാണ് നമ്മൾ പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ നമ്മൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസുകൾ, ഫൈൻസ്, പെനൽറ്റീസ്, നോൺ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് എക്സ്പെൻസുകൾ. ഈ ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസും നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിൽ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസും ഡിഡക്റ്റബിൾ എക്സ്പെൻസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ടാക്സ് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.